ഹലോ എവരി വൺ, ഞാനിന്നിവിടെ എടുക്കാൻ പോകുന്ന ടോപ്പിക്ക് വെരിഫിക്കേഷൻ ഓഫ് അസറ്റ് ആൻഡ് ലയബിലിറ്റിൻ്റെ അണ്ടറിൽ വരുന്ന 4 പോയിൻറ്റ്സ് ആണ്. ബിൽസ് റിസീവബിൾ, ഡെപ്റ്റേഴ്സ്, സ്റ്റോക്ക് ഇൻ ട്രേഡ്, വാലുവേഷൻ ഓഫ് സ്റ്റോക്ക് ഇൻ ട്രേഡ്. ഫസ്റ്റ് വൺ ഈസ് ബിൽസ് റിസീവബിൾ. The auditor should verify bill receivable book with bill receivable in hand. The auditor should adopt the following method to verify bill receivable. The auditor ബിൽ റിസീവബിൾ ബുക്സും ബിൽസ് റിസീവബിൾ ഹാൻഡും തമ്മിൽ വെരിഫൈ ചെയ്യണം. ഹീ ഷുഡ് ഗെറ്റ് എ ലിസ്റ്റ് ഓഫ് ടോട്ടൽ ബിൽ റിസീവബിൾ. ടോട്ടൽ ബിൽസ് റിസീവബിൾ കളക്ട് ചെയ്ത് വെക്കണം. ഹീ ഷുഡ് സീ ദാറ്റ് ദ ബിൽസ് ആർ പ്രോപ്പർലി ഡ്രോൺ ആക്സെപ്റ്റഡ്. ബിൽസൊക്കെ പ്രോപ്പറായിട്ട് അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നൊക്കെ ഓഡിറ്റർ വെരിഫൈ ചെയ്യണം. He should see that the bills are subsequently matured and met. The entries for cash receipts are checked with cash book. ബിൽസ് റിസീവബിളിൻ്റെ ബിൽസ് മെച്ചുവർ ആയിട്ടുണ്ടോ ഇല്ലയോ എന്നൊക്കെ ഓഡിറ്റർ വെരിഫൈ ചെയ്യണം. അത് ക്യാഷ് റെസിപ്റ്റും ക്യാഷ് ബുക്കുമായിട്ട് കമ്പയർ ചെയ്യണം. ദ ഓഡിറ്റർ ഷുഡ് എൻക്വയറി ഫ്രം ദ ബാങ്ക് റിഗാർഡിംഗ് ദ ബിൽ സെൻഡ് ഫോർ കളക്ഷൻ. ഓഡിറ്റർ ബാങ്കിൽ പോയിട്ട് എൻക്വയറി നടത്തണം, കളക്ഷൻ സെൻഡ് ആയിട്ടുണ്ടോ ഇല്ലയോ എന്നൊക്കെ നോക്കാം. If the bills have been discounted, the auditor should verify the entries in cash book and bills receivable book. We should see that provision for contingent liability for bill discounted is provided. ബിൽസൊക്കെ ഡിസ്കൗണ്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ ക്യാഷ് ബുക്കിലും ബിൽസ് റിസീവബിൾ ബുക്കിലും വെരിഫൈ ചെയ്തിട്ട് വെക്കണം. If the bills have been given as a security, the agreement, correspondence, loan amount, etc. should be verified. ബിൽസൊക്കെ സെക്യൂരിറ്റി ആയിട്ട് കൊടുക്കുന്ന ടൈമിൽ ലോൺ എമൗണ്ട് ഒക്കെ വെരിഫൈ ചെയ്തിട്ട് വെക്കണം. If the bills have been returned before maturity, cash entries in the cash book are verified. ബിൽസൊക്കെ മെച്യൂരിറ്റി തീരുന്നതിന് മുമ്പ് റിട്ടയർഡ് ആവുകയാണെങ്കിൽ ക്യാഷ് ബുക്കിൽ വെരിഫൈ ചെയ്ത് വെക്കണം. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഡെപ്റ്റേഴ്സ്. റിഗാർഡിംഗ് ബുക്ക് ഡെപ്റ്റ്സ്, ദ ഓഡിറ്റർ ഷുഡ് ഗെറ്റ് എ ലിസ്റ്റ് ഓഫ് ഡെപ്റ്റേഴ്സ് ഡ്യുവലി സർട്ടിഫൈഡ് ബൈ റെസ്പോൺസിബിൾ ഓഫീസേഴ്സ് ഓഫ് ദ കമ്പനി. ദ ഓഡിറ്റർ റിഗാർഡിംഗ് ബുക്ക് ഡെപ്റ്റ്സ്, ദ ഓഡിറ്റർ ഷുഡ് ഗെറ്റ് എ ലിസ്റ്റ് ഓഫ് ഡെപ്റ്റ്സ്, ഷുഡ് see that debts shown in the balance sheet are good and fair. If he does not pay much attention to bad and doubtful, and it's recoverable. If they are doubtful, adequate provision shall be provided. Provision, the auditor will be held guilty of negligence for the failure to report the bad debts and time bad debts. ഓഡിറ്റർ ഡെപ്റ്റേഴ്സിൻ്റെ ലിസ്റ്റ് എടുത്ത് വെക്കണം. റെസ്പോൺസിബിളായിട്ടുള്ള അതോറിറ്റീസിൻ്റെ അടുത്ത് നിന്ന് ലിസ്റ്റ് എടുക്കുന്ന സമയത്ത് ബാഡ് ഡെപ്റ്റ്സ് ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ നോക്കണം. ഉണ്ടെങ്കിൽ അതിന് പ്രൊവിഷൻ കൊടുക്കണം. അത് കൃത്യ ടൈമിൽ നോക്കിയിട്ടില്ലെങ്കിൽ ഓഡിറ്റേഴ്സിനെതിരെ കേസ് എടുക്കാൻ പറ്റും. ഇൻ ദ കേസ് ഓഫ് സോൾ ട്രേഡ് ആൻഡ് ഫേം, ദർ ഈസ് നോ പ്രിസ്ക്രൈബ്ഡ് ഫോം ടു ഷോപ്പ് ബുക്ക് ഡെപ്റ്റ്സ്, ബട്ട് അക്കോർഡിംഗ് ടു കമ്പനീസ് ആക്ട് ദ ഡെപ്റ്റ്സ് ഓഫ് എ കമ്പനി ഷുഡ് ബി ഷോൺ ആസ് അണ്ടർ. Debts considered good in respect of which the company is fully secured. Debts considered good for which the company holds no security over than the debt's personal security. Debts considered doubtful or bad. While conducting the verification of book debts, an auditor may undertake the following point. He should obtain the duly certified list of debtors. He should scrutinize the accuracy of the debtors list. അതോറിറ്റീസിൻ്റെ അടുത്ത് നിന്ന് ഫുള്ളി സർട്ടിഫൈഡ് ആയിട്ടുള്ള ഡെപ്റ്റേഴ്സിൻ്റെ ലിസ്റ്റ് എടുക്കണം. അത് ഓഡിറ്റർ ഡീറ്റെയിൽഡായിട്ട് ചെക്ക് ചെയ്യണം. He should verify the actual existence of debtors with the confirming letter of the statement of accounts directly received from debtors. ഡെപ്റ്റേഴ്സിൻ്റെ ആക്ച്വൽ എക്സിസ്റ്റൻസ് ഒക്കെ ചെക്ക് ചെയ്യണം. ഓഡിറ്റർ ഷുഡ് പേ സ്പെഷ്യൽ അറ്റൻഷൻ to those balances for which confirmation are not available. The sales ledger balance should be checked with the debtors ledger. ഡെപ്റ്റേഴ്സിൻ്റെ ലെഡ്ജർ വെച്ചിട്ട് സെയിൽസ് ലെഡ്ജറിലെ ബാലൻസ് ഒക്കെ ചെക്ക് ചെയ്യണം. ദ സെയിൽസ് ലെഡ്ജർ ബാലൻസ് ഷുഡ് ബി ചെക്ക്ഡ് വിത്ത് ദ സെയിൽസ് ബുക്ക്, സെയിൽസ് റിട്ടേൺ ബുക്ക്, ക്യാഷ് ബുക്ക് എക്സെട്ര. സെയിൽസ് ലെഡ്ജറിൻ്റെ ബാലൻസ് സെയിൽസ് ബുക്കിലോ സെയിൽസ്
റിട്ടേൺ ബുക്കിലോ ക്യാഷ് ബുക്കിലോ ചെക്ക് ചെയ്യണം. ഈ ഷുഡ് സീ ദാറ്റ് ദ ബുക്ക് ഡെപ്റ്റ് ബാലൻസസ് ഡു നോട്ട് ഇൻക്ലൂഡ് ദ എമൗണ്ട്സ് ഡ്യൂ ഇൻ റെസ്പെക്റ്റ് ഓഫ് ഗുഡ്സ് ഔട്ട് on sale or returned basis with the goods sent on consignment. He should see that the book debts shown in the balance sheet are recoverable. He should see that adequate provision has been made for bad and doubtful. ബാലൻസ് ഷീറ്റിൽ ഉണ്ടാകുന്ന ബുക്ക് ഡെപ്റ്റൊക്കെ റിക്കവർ ചെയ്യാൻ പറ്റുന്നതാണോ അല്ലയോ എന്നൊക്കെ ഓഡിറ്റർ ചെക്ക് ചെയ്തിരിക്കണം. നെക്സ്റ്റ് എന്ന് പറയുന്നത് സ്റ്റോക്ക് ഇൻ ട്രേഡ്. സ്റ്റോക്ക് ഇൻ ട്രേഡ് ഈസ് കൺസിഡേർഡ് ആൻ ഇമ്പോർട്ടൻറ്റ് കറണ്ട് അസറ്റ് ഓഫ് എ ബിസിനസ് ഫേം. ഇറ്റ് ഈസ് ദ ഓഡിറ്റേഴ്സ് ഡ്യൂട്ടി ടു സാറ്റിസ്ഫൈ ഹിംസെൽഫ് ദ എക്സിസ്റ്റൻസ് ഓഫ് സ്റ്റോക്ക് ആൻഡ് ഇറ്റ്സ് കറക്റ്റ് വാല്യുവേഷൻ. ദ ഓഡിറ്റർ ഷുഡ് ആൾസോ സീ that the stock are properly recorded both in the goods inward and goods outward. A good internal check in operation in regards to stock will minimize the possibility of fraud and error. സ്റ്റോക്ക് ഇൻ ട്രേഡ് എന്ന് പറയുന്നത് ഒരു ഇമ്പോർട്ടൻ്റ് കറണ്ട് അസറ്റ് ആണ്. സ്റ്റോക്ക് കറക്റ്റായിട്ട് വാല്യൂ ചെയ്തിട്ടുണ്ടോ എന്നൊക്കെ നോക്കുന്നത് ഓഡിറ്ററിൻ്റെ ഒരു റെസ്പോൺസിബിലിറ്റിയാണ്. സ്റ്റോക്ക് പ്രോപ്പറായിട്ട് ഗുഡ്സ് ഇൻവേർഡിലോ ഔട്ട്വേർഡിലോ റെക്കോർഡ് ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കണം. അത് ഓഡിറ്ററിൻ്റെ ഒരു റെസ്പോൺസിബിലിറ്റിയാണ്. ഗുഡ് ഇൻറ്റേർണൽസ് ഒക്കെ ഉണ്ടെങ്കിൽ സ്റ്റോക്കിൻ്റെ മുകളിലുള്ള ഫ്രോഡും എററും ഒക്കെ ഒഴിവാക്കാൻ സാധിക്കും. സ്റ്റോക്ക് ഇൻ ട്രേഡ് ഹാസ് ഗ്രേറ്റ് ഇമ്പാക്റ്റ് ഓൺ പ്രോഫിറ്റ് ആൻഡ് ലോസ് account. The overvaluation and undervaluation of stock will lead to misleading result. Therefore, the auditor should take necessary precautions in verifying stock. A stock consists of the following: raw material, work in progress, finished good. നെക്സ്റ്റ് പറയുകയാണ് വാല്യുവേഷൻ ഓഫ് സ്റ്റോക്ക് ഇൻ ട്രേഡ്. സ്റ്റോക്ക് ഇൻ ട്രേഡ് ഈസ് ടു ബി വാല്യൂഡ് അറ്റ് ഡിഫറെൻറ്റ് മെത്തേഡ്. വാല്യുവേഷൻ ഓഫ് സ്റ്റോക്ക് ഇൻ ട്രേഡ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ക്ലോസിങ് സ്റ്റോക്ക് ആവുന്ന സമയത്ത് കോമൺ ആയിട്ട് ചെയ്യുക എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ കോസ്റ്റ് പ്രൈസ് ആണോ അല്ലെങ്കിൽ മാർക്കറ്റ് പ്രൈസ് ആണോ വിച്ച് എവർ ഈസ് ലോവർ അതാണ് അതിൻ്റെ കോസ്റ്റായിട്ട് ഡിസൈഡ് ചെയ്യുക. ഇത് ഡിഫറെൻറ്റ് സ്റ്റോക്ക് വാല്യുവേഷൻ മെത്തേഡാണ് നമുക്ക് പഠിക്കാനുള്ളത്. Raw materials are valued at cost price plus proportionate freight and import duty. Raw materials എന്ന് പറഞ്ഞാൽ പ്രൊഡക്ഷനിലേക്ക് എൻ്റർ ചെയ്യുന്നതിന് മുമ്പ് പ്രോസസ്സിങ്ങിലേക്ക് വേണ്ടി വാങ്ങി വെച്ചിരിക്കുന്ന മെറ്റീരിയൽസ് അത് എത്ര രൂപയ്ക്കാണോ പർച്ചേസ് ചെയ്തത് അതാണ് അതിൻ്റെ കോസ്റ്റ് പ്രൈസ്. കോസ്റ്റ് പ്രൈസ് വാല്യൂ ചെയ്യുക റോ മെറ്റീരിയലിൻ്റെ ബേസിലാണ്. കോസ്റ്റ് പ്രൈസ് പ്ലസ് പ്രപ്പോർഷനേറ്റ് ഫ്രൈറ്റ് ആൻഡ് ഇമ്പോർട്ട് ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ അത് ഇവിടെ എത്തുന്നത് വരെ അല്ലെങ്കിൽ റോ മെറ്റീരിയൽ ചിലപ്പം മറ്റ് കൺട്രീസ് ഇമ്പോർട്ട് ചെയ്തതായിരിക്കും. അപ്പോൾ ആ കേസിൽ വരുന്ന ഇമ്പോർട്ട് ഡ്യൂട്ടി അല്ലെങ്കിൽ അതിന് ഇമ്പോർട്ട് ചെയ്തിട്ട് ഗോഡൗണിൽ എത്തുന്നത് വരെയുള്ള ഫ്രൈറ്റ് ഡ്യൂട്ടി. ഫ്രൈറ്റ് ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ അത് ഇങ്ങോട്ട് ട്രാവൽ ചെയ്ത് എത്തിക്കുന്നത് വരെയുള്ള കോസ്റ്റ്, ഫ്രൈറ്റ്, ഇമ്പോർട്ട് ഇതൊക്കെ വരുന്നതാണ് റോ മെറ്റീരിയലിൻ്റെ വാല്യൂ ഓഫ് കോസ്റ്റ് ആയിട്ട് എടുക്കുക. നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ വർക്ക് ഇൻ പ്രോഗ്രസ്. ഗുഡ്സ് അണ്ടർ മാനുഫാക്ചർ ആർ വാല്യൂഡ് അറ്റ് കോസ്റ്റ് പ്രൈസ് ഓഫ് റോ മെറ്റീരിയൽസ് പ്ലസ് പ്രപ്പോർഷനേറ്റ് എമൗണ്ട് ഓഫ് മാനുഫാക്ചറിങ് എക്സ്പെൻസസ് പ്ലസ് എ പെർസെൻറ്റേജ് ടു കവർ ദ എസ്റ്റാബ്ലിഷ്മെൻറ്റ് ചാർജ് റിലേറ്റിംഗ് ടു മാനുഫാക്ചർ. റോ മെറ്റീരിയൽസ് ഫിനിഷ്ഡ് ഗുഡ്സ് ആകുന്നതിൻ്റെ ഇടയിൽ വരുന്ന ഒരു സ്റ്റേജാണിത്. അത് റോ മെറ്റീരിയലും അല്ല, പ്രൊഡക്ഷനായിട്ട് കൺവേർട്ട് ചെയ്തിട്ടുമില്ല, അതൊരു ഇൻകംപ്ലീറ്റ് ആയിട്ടുള്ള സ്റ്റേജാണ്. അവിടെ വരുന്ന വാല്യുവേഷൻ ഓഫ് കോസ്റ്റ് എന്ന് പറയുന്നത് കോസ്റ്റ് പ്രൈസ് അല്ലെങ്കിൽ പർച്ചേസ് പ്രൈസ് എത്രയാണോ, അതായത് റോ മെറ്റീരിയൽ വാങ്ങുമ്പോഴുള്ള പ്രൈസ് പ്ലസ് പ്രപ്പോർഷനേറ്റ് എമൗണ്ട് ഓഫ് മാനുഫാക്ചറിങ് എക്സ്പെൻസ്. അതായത് അതിപ്പോൾ ഒരു മാനുഫാക്ചറിങ്ങിൻ്റെ സ്റ്റേജിൽ എത്തി നിൽക്കുകയാണെങ്കിൽ ഇൻകംപ്ലീറ്റ് ആയിട്ട് അതിൻ്റെ ഒരു അൺഫിനിഷ്ഡ് ആയിട്ടുള്ള ഒരു സ്റ്റേജിൽ എത്തുക. അപ്പോൾ ആ സ്റ്റേജ് വരെ മാനുഫാക്ചർ ചെയ്യാൻ വന്നിട്ടുള്ള എമൗണ്ട് ഓഫ് എക്സ്പെൻസ് പ്ലസ് പെർസെൻറ്റേജ് ടു കവർ ദ എസ്റ്റാബ്ലിഷ്മെൻറ്റ് ചാർജ്. അതായത് മാനുഫാക്ചർ ചെയ്യാൻ വേണ്ടി വന്നിട്ടുള്ള ചാർജ്, കോസ്റ്റ് പ്രൈസ് പ്ലസ് അത് മാനുഫാക്ചറിൻ്റെ ഏത് സ്റ്റേജ് വരെയാണോ എത്തിയത് ആ സ്റ്റേജ് വരെ അത് ഇൻകർ ആയിട്ടുള്ള എക്സ്പെൻസ്, ഇത് വരുന്നതാണ് വർക്കിംഗ് പ്രോഗ്രസിൻ്റെ വാല്യുവേഷൻ. അടുത്തെന്ന് പറയുന്നത് ഫിനിഷ്ഡ് ഗുഡ്സ്. ഫിനിഷ്ഡ് ഗുഡ്സ് ആർ ട്രീറ്റഡ് ആസ് ഫ്ലോട്ടിംഗ് അസറ്റ്.
The principle for valuation of closing stock, cost price or market price, whichever is lower. The basic idea behind this method is that the profit should be taken into account only after sale of finished goods. On the other hand, if sale price is below cost, the probable loss should be taken into account. ഫിനിഷ്ഡ് ഗുഡ്സ് എന്ന് പറഞ്ഞാൽ റോ മെറ്റീരിയൽ സെല്ല് ചെയ്യാൻ വേണ്ട ആ സ്റ്റേജിൽ എത്തിക്കഴിഞ്ഞാൽ ഫിനിഷ്ഡ് ആയിട്ടുള്ള ഗുഡ്സ് ആണ്. കോസ്റ്റ് പ്രൈസോ മാർക്കറ്റ് പ്രൈസോ വിച്ചെവർ ഈസ് ലെസ്, ആ വാല്യൂ തന്നെയാണ് ഫിനിഷ്ഡ് ഗുഡ്സിൻ്റെ ക്ലോസിംഗ് സ്റ്റോക്കിൻ്റെ കോസ്റ്റ് ഓഫ് വാല്യൂ ചെയ്യുന്നത്. നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ഗുഡ്സ് ഓൺ കൺസൈൻമെൻറ്റ്. The cost of goods with consign on the date of balance sheet is valued at cost price plus proportionate expenses like freight, rent, etc. or market price whenever is lower. If market price is not available, the cost price is treated as basis of valuation. ഗുഡ്സ് ഓൺ കൺസൈൻമെൻറ്റ് എന്ന് പറഞ്ഞാൽ അത് സെയിലായിട്ടില്ല, ഒരു ഗുഡ്സിൻ്റെ ഓണർ ഹോൾസെയിലർ റീറ്റെയിലർക്ക് കൊടുക്കുകയാണ്. അത് കസ്റ്റമേഴ്സിന് സെയിൽ ചെയ്യാനുള്ള പർപ്പസിന് വേണ്ടി, ബട്ട് അത് സെയിലായിട്ടില്ല. സെല്ല് ചെയ്യാനുള്ള പർപ്പസിന് വേണ്ടി ഓണർ അതൊരു അനദർ പാർട്ടിക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ടുള്ള ഗുഡ്സാണ്. ഇൻ കേസ് അതും സെല്ലായിട്ടില്ലെങ്കിൽ റീറ്റെയിലർ അതിൻ്റെ യഥാർത്ഥ ഓണർക്ക് തന്നെ അത് തിരിച്ചു കൊടുക്കും. ഗുഡ്സ് ഓൺ കൺസൈൻമെൻറ്റിൻ്റെ കേസിൽ വാല്യുവേഷൻ വരുന്നത് ഏത് വാല്യൂവിൽ ആണോ വാങ്ങിച്ചത്, കോസ്റ്റ് പ്രൈസ് പ്ലസ് എത്ര കാലം നമ്മൾ അത് സ്റ്റോർ ചെയ്തു പ്ലസ് പിന്നെ ഷോപ്പിലേക്ക് എത്തിക്കാൻ വന്ന കോസ്റ്റ്, ഇതൊക്കെ കോസ്റ്റ് പ്രൈസിൽ ഇൻക്ലൂഡഡ് ആയിരിക്കും. പിന്നെ മാർക്കറ്റ് പ്രൈസ് എന്ന് പറയുന്നത് അതായത് വിൽക്കുന്ന പ്രൈസ്. ഈ രണ്ട് പ്രൈസിൽ ലോവർ പ്രൈസ് ഏതാണോ ആ പ്രൈസാണ് ഗുഡ്സ് ഓൺ കൺസൈൻമെൻറ്റിൻ്റെ സ്റ്റോക്ക് ഓഫ് വാല്യൂ എന്ന് പറയുന്നത്. ഇനി അടുത്ത് പറയുന്നത് ഗുഡ്സ് ഓൺ സെയിൽ ഓർ റിട്ടേൺ ബേസിസ്. The goods on sale or return basis should never be valued at more than the cost price. മാർക്കറ്റ് പ്രൈസിനേക്കാൾ കുറവും കോസ്റ്റ് പ്രൈസിനേക്കാൾ കൂടുതലും ആയിരിക്കും വാല്യൂ ചെയ്യുക. നെക്സ്റ്റ് എന്ന് പറയുന്നത് സ്റ്റോക്ക് ഓഫ് സ്പെഷ്യൽ. There are certain peculiar nature of goods whose value tend to rise with the passage of time. These are not treated as floating asset. Examples are diamond, wine, leather, etc. They are not generally valued at cost price but valued at above cost. The special goods of stock are valued at cost price plus interest at remarkable rate and the expense of maintaining stock. In no case such goods are valued higher than the market price. പ്രഷ്യസ് ആയിട്ടുള്ള ഐറ്റംസ് ഇപ്പോൾ വിറ്റാൽ കിട്ടുന്ന പ്രൈസിനേക്കാൾ കൂടുതലായിരിക്കും ഫ്യൂച്ചറിൽ വിറ്റാൽ കിട്ടുന്നത്. അപ്പോൾ കുറേ കാലം അത് ഹോൾഡ് ചെയ്തിട്ട് പ്രൈസ് കൂടുന്ന സമയത്ത് അത് സെല്ല് ചെയ്യും. അങ്ങനെ ഹോൾഡ് ചെയ്ത് വെക്കുന്നതാണ് സ്പെഷ്യൽ ട്രേഡ് എന്ന് പറയുന്നത്. ഇത് പ്രൊഡക്റ്റിൻ്റെ സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ചാൽ ഇത്തരം പ്രൊഡക്റ്റിൻ്റെ സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ചാൽ എത്ര കാലത്തേക്ക് ഹോൾഡ് ചെയ്യുന്നുവോ അതിൻ്റെ വാല്യൂ കൂടാൻ ചാൻസ് ഉണ്ട്. അത്തരം പ്രഷ്യസ് ആയ ഐറ്റം എത്ര കാലം സ്റ്റോർ ചെയ്യുന്നു അത്രയും കാലം അതിൻ്റെ സ്റ്റോറേജിങ്ങിൻ്റെ പ്രൈസ് വരും. അപ്പോൾ അത് ഇതിൻ്റെ കോസ്റ്റിലേക്ക് ഇൻക്ലൂഡ് ചെയ്യുന്ന ഒരു കേസാണ് സ്റ്റോക്ക് ഓഫ് സ്പെഷ്യൽ ട്രേഡ് എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ പർച്ചേസ് ചെയ്ത പ്രൈസാണ് കോസ്റ്റ് പ്രൈസ്. അപ്പോൾ ആ കോസ്റ്റ് പ്രൈസും അതിൻ്റെ വാല്യുവേഷനിൽ വരുന്നതാണ്. പർച്ചേസ് ചെയ്യാൻ എത്ര പ്രൈസ് വന്നു പ്ലസ് ഹോൾഡിംഗ് കോസ്റ്റ് ഓർ സ്റ്റോറേജ് കോസ്റ്റ് പ്ലസ് മെയിൻ്റെനൻസ് കോസ്റ്റ്, ഇത്രയും കോസ്റ്റ് ഇൻക്ലൂഡ് ചെയ്താണ് വാല്യുവേഷൻ വരുന്നത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് സ്റ്റോക്ക് ഓഫ് പ്ലാന്റേഷൻ products. In the case of plantation crops, tea, rubber, coffee, spices, etc., the annual accounts are generally prepared after the crop is sold out. The closing stock is usually valued at the expected selling price is less reasonable selling expense. The method of valuation should be clearly indicated in the accounts. ഇതെന്ന് പറയുന്നത് അഗ്രികൾച്ചർ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു സ്റ്റോക്ക് ഓഫ് വാല്യൂ ആണ്. ക്രോപ്പ് സീഡ്സൊക്കെ ഇത് രണ്ട് കേസിലുണ്ട്. പ്ലാന്റേഷൻ ക്രോപ്പ് സെയിൽ ചെയ്ത പോർഷൻ വാല്യൂ ചെയ്യുന്നത്.
പിന്നെ രണ്ടാമത്തെന്ന് പറയുന്നത് സെയിൽ ചെയ്യാതെ സ്റ്റോക്കായിട്ട് കിടക്കുന്നത്, അതായത് ക്ലോസിങ് സ്റ്റോക്കായിട്ട് കിടക്കുന്ന സ്റ്റോക്കിൻ്റെ വാല്യൂ. അതായത് റീസണബിൾ സെല്ലിംഗ് എക്സ്പെൻസ് ഓർ എക്സ്പെക്റ്റഡ് സെല്ലിംഗ് പ്രൈസ്, ഇത് രണ്ട് ബേസ് ചെയ്താണ് ക്ലോസിംഗ് സ്റ്റോക്ക് വാല്യൂ ചെയ്യുന്നത്. എക്സ്പെക്റ്റ് ചെയ്യാത്ത സെല്ലിംഗ് പ്രൈസ് റീസണബിൾ സെല്ലിംഗ് എക്സ്പെൻസ് ആയിരിക്കും. നെക്സ്റ്റ് എന്ന് പറയുന്നത് സ്റ്റോഴ്സ് ആർട്ടിക്കിൾ. സ്റ്റോഴ്സ് ഐറ്റം ആർ നോട്ട് ഹെൽഡ് ഫോർ സെയിൽ. എക്സാമ്പിൾ ആർ ഓയിൽ, tallow, grease, fuel, dyes, etc. These goods have been consumed during the process of manufacture. They are not to be included in the list of stock in hand. The cost of used portion of these items must be put on the debit side of manufacturing accounts to arrive correct cost of production. The stock of this item is valued at cost price even if the market price of this item has gone down. ഇതെന്ന് പറഞ്ഞാൽ സെല്ലിംഗ് പർപ്പസിന് വേണ്ടിയല്ല യൂസ് ചെയ്യുന്നത്, ഓർഗനൈസേഷൻ്റെ റണ്ണിങ് എക്സ്പെൻസ് മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ ഫ്യൂവൽ. അപ്പോൾ ഇതിൻ്റെ പ്രൈസ് എന്നത് ഒരു ഇയറിൽ യൂസ് ചെയ്തിട്ടുള്ള അത്രയും പോർഷൻ്റെ സ്റ്റോക്ക് ഇൻ ഹാൻഡ്, അല്ലാതെ യൂസ് ചെയ്തിട്ടുള്ളത് അത്രയും ഐറ്റംസ് ട്രേഡിംഗ് അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യും. എത്രത്തോളം പോർഷൻ യൂസ് ചെയ്തോ അത്രയും മാനുഫാക്ചറിങ് അക്കൗണ്ടിൽ ഡെബിറ്റും ചെയ്യും. യൂസ് ചെയ്യാതെ ക്ലോസിംഗ് സ്റ്റോക്കായി കിടക്കുന്നത് സ്റ്റോഴ്സ് ആർട്ടിക്കിളിൻ്റെ പോർഷൻ മാർക്കറ്റ് പ്രൈസ് അല്ലെങ്കിൽ കോസ്റ്റ് പ്രൈസിൻ്റെ ബേസിൽ വാല്യൂ ചെയ്യും. ഇനി ലാസ്റ്റ് വണ്ണാണ് സ്പെയർ പാർട്സ്. സ്പെയർ പാർട്സ് ആർ നീഡഡ് ടു ഫിക്സ് ദ അപ്കീപ്പ് ഓഫ് പ്ലാന്റ് ആൻഡ് മെഷീനറി. The spares are not included in the stock sheet whenever an item is used to plant and machinery account should be debited. The stock of spare part is valued at cost price if the market value is lower on the date of balance sheet. വർക്കിംഗ് കണ്ടീഷനിങ് അല്ലാത്ത മെഷീനറീസ് വർക്കിംഗ് ആകുന്നതിന് വേണ്ടി എന്തെങ്കിലും ഒരു പാർട്ട് സ്പെയർ പാർട്സ് ആയിട്ട് യൂസ് ചെയ്യും. ഇത് സെയിൽസ് പർപ്പസിന് വേണ്ടിയിട്ടല്ല, ഓർഗനൈസേഷൻ്റെ റണ്ണിങ് പർപ്പസിന് വേണ്ടിയാണ് സ്പെയർ പാർട്സ് യൂസ് ചെയ്യുന്നത്. സ്പെയർ പാർട്സ് ഓൾറെഡി യൂസ് ചെയ്തിട്ടുള്ള പോർഷൻ ആണെങ്കിൽ മാനുഫാക്ചറിങ് അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യും. യൂസ് ചെയ്യാതെ ഫ്യൂച്ചറിലേക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന സ്പെയർ പാർട്സ് ആണെങ്കിൽ കോസ്റ്റ് പ്രൈസ് വാല്യൂ ചെയ്യും. അപ്പോൾ ഇപ്പോൾ എടുത്ത് ഇത്രയും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. താങ്ക് യു.